ഇവിടെ പടത്തിലൊരു ലെജൻഡറി ക്യാരക്ടറിനെ ഇങ്ങനെയാണോ കൊല്ലുന്നത്? ഇവന്മാരിത് സ്ക്രീൻ പ്ലേയിൽ എങ്ങനെയായിരിക്കും എഴുതിയിട്ടുണ്ടാവുക? മരിച്ചു കിടക്കുന്ന റഹീം നായിക്കിൻ്റെ ചന്തയ്ക്ക്. അപ്പോൾ പാട്രിയോട്ട് സിനിമയ്ക്ക് പറ്റിയ പ്രശ്നങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പടം കാണാത്തവരുണ്ടെങ്കിൽ പടം കണ്ടിട്ട് വന്നിട്ട് ഈ വീഡിയോ കാണുക. സ്പോയിലർ അലേർട്ട്. പടത്തിൻ്റെ ഒന്നാമത്തെ പ്രശ്നം ഇതിൻ്റെ ട്രെയിലർ തന്നെയാണ്. ഈ ഒരു പടത്തിൻ്റെ ട്രെയിലറിൻ്റെ ഉദ്ദേശം എന്താണ്? പടത്തിന് കുറച്ചൊരു ഹൈപ്പ് കയറ്റുക, പടത്തിൻ്റെ ജോണർ ഏതാണെന്ന് ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കുക, അത്രേ ഉള്ളൂ. പക്ഷേ പാട്രിയോട്ടിൻ്റെ ട്രെയിലർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഫുൾ കഥ എന്താണെന്ന് മനസ്സിലാക്കുന്ന രീതിയിലാണ് ട്രെയിലർ കട്ട് ചെയ്തേക്കുന്നത്. നായകൻ ആരാണ്, വില്ലൻ ആരാണ്, നായകൻ്റെ കൂടെ ആരൊക്കെയുണ്ട്, ഇവർ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്, ഇതെല്ലാം ട്രെയിലറിലുണ്ട്. ഓതറൈസ് பண்ண ഒരു സോഫ്റ്റ്വെയർ അത് எப்படி സിവിലിയൻ കേസുക്ക് യൂസ് പண்றது? ട്രെയിലറിൽ കണ്ടതിൻ്റെ അപ്പുറമുള്ളൊരു വാ ഫാക്ടറോ ഒരു കഥയോ ഇല്ലെങ്കിൽ തിയേറ്ററിൽ വന്ന് പടം കാണുന്നവർക്ക് അതൊരു നിരാശയായിരിക്കും. പിന്നെ പാട്രിയോട്ട് പോലൊരു പടത്തിന് ശരിക്കും ടീസറിൻ്റെ ട്രെയിലറിൻ്റെ ആവശ്യമില്ല. മമ്മൂട്ടി ആൻഡ് മോഹൻലാൽ എന്ന് പറയുന്നത് തന്നെ പടത്തിന് വലിയൊരു ഹൈപ്പാണ്. പിന്നെ പടത്തിൻ്റെ തീം മനസ്സിലാക്കാനായിട്ടൊരു പോസ്റ്ററിൻ്റെ ആവശ്യമേ ഉള്ളൂ. പടത്തിൻ്റെ മറ്റൊരു പ്രശ്നമാണ് പടം ക്ലാസ് ആക്കണോ അതോ മാസ്സാക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ. അതായത് മാസ് ഡയലോഗും ബിൽഡപ്പൊക്കെ ഉണ്ട്, പക്ഷേ എക്സിക്യൂഷനിലേക്ക് വരുമ്പോൾ ഒന്നുമില്ല. യുദ്ധം ജയിക്കാൻ റഹീം സാബിന് വെപ്പൺസും വേണ്ട. പടത്തിന്റെ മൂന്നാമത്തെ പ്രശ്നമാണ് ലോജിക്കില്ലായ്മ. മുൻപരിച്ച ഒന്നുമില്ലാത്ത മോഹൻലാലിന്റെ ക്യാരക്ടറിനെ ആശുപത്രിയിലേക്ക് കയറ്റിവിടുന്ന ഗാർഡായ ഇന്ദ്രൻസ്. ക്ലൈമാക്സിൽ കമ്പിത്തിരി കാണിച്ച് വില്ലനെ പേടിപ്പിക്കുന്ന നാട്ടുകാർ. കമ്പിത്തിരി അല്ലാതെ എക്സ്പ്ലോസീവ് ആണെന്ന് ഡയറക്ടർ ഒരു ഇന്റർവ്യൂവിൽ ഇരുന്ന് പറയുന്നത് കേട്ടു. ഇത് തേങ്ങയാണെങ്കിലും അത് പ്രേക്ഷകർക്ക് മനസ്സിലായില്ലെങ്കിൽ അത് ഡയറക്ടറിന്റെ തോൽവി തന്നെയാണ്. ഫൈനലി ഞാൻ പടത്തിൽ ഏറ്റവും വെറുത്ത സീൻ മോഹൻലാൽ ചെയ്ത ക്യാരക്ടറിന്റെ മരണം. ഇവിടെ പടത്തിലൊരു ലെജൻഡറി ക്യാരക്ടറിനെ ഇങ്ങനെയാണോ കൊല്ലുന്നത്? ഇവന്മാരിത് സ്ക്രീൻ പ്ലേയിൽ എങ്ങനെയായിരിക്കും എഴുതിയിട്ടുണ്ടാവുക? മരിച്ചു കിടക്കുന്ന റഹീം നായിക്കിൻ്റെ ചന്തയ്ക്ക് ലിഫ്റ്റിൻ്റെ ഡോറ് വന്ന് തട്ടുന്നു, പിന്നെയും തട്ടുന്നു, പിന്നെയും തട്ടുന്നു. ഇനി ഇതുവരെ എങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുക? ഒറിജിനൽ ലിഫ്റ്റിൽ ക്യാമറ കൊണ്ടു നടക്കാൻ പാടായതുകൊണ്ട് ലിഫ്റ്റിൻ്റെ സെറ്റ് ഇട്ടേക്കാണെന്നാണ് ഇവർ തന്നെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഡോറൊക്കെ മാനുവലി ആയിരിക്കും ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ മോഹൻലാലിനെ ഇവർ നടക്കിയെടുത്തിട്ട് സെറ്റിൻ്റെ ആൾക്കാർ തന്നെ ഡോറ് കൊണ്ട് പുള്ളീനെ ഇടിക്കുന്നതാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഞാൻ കോക്കണ്ണം പറഞ്ഞതിനോട് 100% യോജിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.